சாவடா புண்டை. கண்ணு என்னதுதான் பொண்ணு என்னதுதான். ഡ്രാഗൺ സിനിമ കണ്ടവർക്കും കാണാത്തവർക്കും ഈ വീഡിയോ കാണാം. നമ്മുടെ നാട്ടിലൊരു വലിയ പ്രശ്നമുണ്ട്. കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യുന്നത് ആവശ്യമില്ലാത്തതാണെന്നും ഭയങ്കര സിമ്പിൾ ആണെന്നും സ്ക്രിപ്റ്റ് ഒന്നും കുഴപ്പമൊന്നും വേണ്ട, എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതി, ആൾക്കാരെ ഇഷ്ടപ്പെട്ടോളൂ എന്നൊക്കെയാണ് പലരുടെയും വിചാരം. ഇത് സിനിമാക്കാരുടെ ഇടയിലും അതേപോലെ തന്നെ ഓഡിയൻസിന്റെ ഇടയിലുള്ള വിചാരം. പക്ഷെ അങ്ങനെയല്ല. കൊമേഴ്ഷ്യൽ സിനിമ ഉണ്ടാക്കാനും പാടാണ്, അതുപോലെ തന്നെ അത് വർക്ക്ഔട്ട് ആവാൻ അതിലും വലിയ പാടാണ്. അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ റീസെന്റ് ഇറങ്ങിയ നമ്മുടെ തമിഴ് പടമായിട്ടുള്ള ഡ്രാഗനാണ്. എന്റെ സ്ക്രീൻ പ്ലേന്റെ പുറകിൽ നടന്ന പണി എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പടത്തിന്റെ ഫിലോസഫി എന്താണ്? നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സന്മാർഗം പഠിച്ചിട്ടില്ലേ? ആദ്യത്തെ ഒരു കഥയുടെ ഒരു ഐഡിയ ആണ് ഇതിലത്തെ ഐഡിയ. നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കേൾക്കാൻ തുടങ്ങിയ സംഭവമാണ്. തെറ്റ് ചെയ്ത് കള്ളം പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന എന്തും അധിക നാളും നിലനിൽക്കില്ല, അതിനൊരു വിലയില്ല. അതാണ് ഈ കഥയുടെ ഒരു സാരാംശം. പക്ഷേ ഒരു ടിപ്പിക്കൽ തമിഴ് സിനിമ കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റ് കൊടുക്കുന്നതിന് പകരം, അതായത് ഒരു വില്ലനെ കൊടുക്കുന്നതിന് പകരം, ഇതിലത്തെ വില്ലൻ പുള്ളി തന്നെയാണ്, ഹീറോ തന്നെയാണ്. ഹീറോന്റെ പാസ്റ്റ് സെൽഫും അവൻ ചെയ്യുന്ന തെറ്റുകളൊക്കെയാണ് അവന്റെ ഏറ്റവും വലിയ വില്ലൻ. അതായത് ജസ്റ്റ് ലൈക്ക് ഇൻ റിയൽ ലൈഫ് നമ്മുടെയൊക്കെ പോലെ. പക്ഷെ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തിക്കൊണ്ട് പിന്നെയും ഒരു ഹീറോ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായകന്. ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള അശ്വത് മാരിമുത്തു ഭരദ്വാജ് ജംഗനായിട്ടുള്ള ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പുള്ളി സേവ് ദ കാറ്റ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, സ്ക്രീൻ പ്ലേനെ പറ്റിയിട്ടുള്ള ബുക്കാണ്. ആ ബുക്കിലെ ബീറ്റ്സ് അനുസരിച്ചാണ് ഈ ഒരു പടത്തിന്റെ സ്ക്രീൻ പ്ലേ ഫുൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്മാർഗം കഥ മാത്രമല്ല ഇത്, ഇതിൽ വേറെ കുറെ ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലുള്ള വേറെ ലെയർ എന്താന്ന് വെച്ചാൽ, நம்ம எல்லாரும் லைஃப்ல சக்சஸ் நோக்கியே ஓடிக்கிட்டு இருக்கோம். ഈ സിനിമയെ തന്നെ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും സക്സസ് നോക്കിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ വീണ് പോകും, നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാക്കും. പക്ഷെ അതിൽ നിന്ന് പിന്നെ എഴുന്നേറ്റ് പിന്നെ ഓടണം, അതാണ് സംഭവം. അതായത് നമ്മുടെ വിക്രമാദിത്യനൊക്കെ പറയുന്ന പോലെ. പക്ഷെ സാധാരണ പടങ്ങളിൽ ഫെയിലിയേഴ്സ് ആയിരിക്കും കാണിക്കുന്നത്, പക്ഷെ ഇതിൽ മിസ്റ്റേക്സ് ആണ് കാണിക്കുന്നത്. ഒരു ഹീറോൻ്റെ തന്നെ അവൻ തന്നെ ചെയ്യുന്ന തെറ്റുകളാണ് കാണിക്കുന്നത്. പോലെ തന്നെ അതൊരു ഫ്ലോഡ് ക്യാരക്ടറാണ്. ഒരു നല്ല മനുഷ്യനാവുന്നതിൻ്റെ ആ ഒരു ജേണിയും കൂടെ കാണിക്കുന്നുണ്ട്. സോ ഒരുപാട് ലേയേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇനി എൻ്റെ ഡയറക്ടർ തന്നെ പറയുന്നുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ, അങ്ങേരുടെ എല്ലാ പടങ്ങളും ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ് എന്ന് പറയുന്നൊരു പടമുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്, ഇംഗ്ലീഷ് പടമാണ്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു സംഭവത്തിലേക്ക് പുള്ളി വന്നത്. ഡയറക്ടർ ആവണം, സിനിമ ഉണ്ടാക്കണം എന്നുള്ളൊരു സംഭവം വന്നത്. അതുകൊണ്ട് എല്ലാ പടവും അതുമായിട്ട് സിമിലർ ആയിരിക്കും. ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു 3 ആക്ട് സ്ട്രക്ചറിൽ തന്നെയാണ് ഈ പടം ചെയ്തതെങ്കിലും ബ്ലേക്ക് സ്നൈഡറിന്റെ സ്ട്രക്ചറാണ് പുള്ളി ഉപയോഗിച്ചിരിക്കുന്നത്. അതിലെ ഏറ്റവും ആദ്യത്തെ സംഭവമാണ് സെറ്റപ്പായിട്ട് ആദ്യം ഒരു കോളേജ് കാണിക്കുന്നു. ഡ്രാഗൺ എന്ന് പറയുന്നത് പിന്നെ ഫ്ലോഡ് ആയിട്ടുള്ള നമ്മുടെ ഹീറോനെ കാണിക്കുന്നു. പുള്ളി എങ്ങനെയാണ് ഇങ്ങനത്തെ ഡ്രാഗൺ ആയതെന്നും പുള്ളി അതിന് മുമ്പ് എത്ര നന്നായിട്ട് പഠിച്ച ആളായിരുന്നു എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അടിമഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് 48 അരിയറൊക്കെ മേടിച്ചിട്ട് അവസാനം കോളേജിൽ നിന്ന് സ്വന്തമായിട്ട് ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പോവുകയാണ്. പക്ഷെ പിന്നെ നമുക്കൊരു കാറ്റലിസ്റ്റ് വേണം, ഒരു ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ് വേണം, അതായത് സ്റ്റോറി മുമ്പോട്ട് പോകാൻ. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പുള്ളി പണിയും പൊക്കണമൊന്നും ഇല്ലാണ്ട് വെറുതെ വീട്ടിലിരിക്കണ്, വീട്ടുകാരെ പറ്റിച്ചുകൊണ്ട് കൂട്ടുകാരെ ചിലവിൽ ജീവിക്കുന്നു, പോലെ തന്നെ ഗേൾ ഫ്രണ്ടിൻ്റെ ചിലവിലും ജീവിക്കുന്നു. ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ് ആണ് ആ ഒരു ബ്രേക്കപ്പ്. പിന്നെ കരച്ചിലായി, വഴക്കായി, അടിയായി, ഇടിയായി, പിന്നെ 3 മാസം ഉറങ്ങാതായി, അവസാനം വണ്ടി ഓടിച്ചു പോകുമ്പോൾ പുള്ളി ബോധം കിട്ടിയ വീഴാണ്. പക്ഷേ ഇതൊരു പ്ലോട്ട് പോയിന്റ് ആണ്, ഇതൊരു സെറ്റപ്പാണ്. ഇത് ഭാവിയിലേക്ക്, അതായത് പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. പടം കണ്ടവർക്കാണെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാവും. പക്ഷെ ക്യാരക്ടേഴ്സാണ് ഹീറോനെ പുഷ് ചെയ്യുന്നത്. ഹീറോനെ കാണുന്ന ഡോക്ടറാണ് ഇവനോട് സക്സസ്ഫുൾ ആവാൻ പറയുന്നത്. പക്ഷെ അത് നല്ല രീതിക്ക് പറഞ്ഞതാണെങ്കിലും പുള്ളി സെലക്ട് ചെയ്ത വഴി അത്ര കറക്റ്റ് അല്ലായിരുന്നു. അതിന് കാരണം വേറൊരു മെൻറ്ററാണ്. ഇപ്പോൾ സക്സസ്ഫുൾ ആവണമെന്നൊരു നീഡ് വന്നു. പോലത്തേന് അവിടെ വേറൊരു സംഭവം വന്നു. എങ്ങനെ ഈസി ആയിട്ട്, അതായത് ഇപ്പോൾ 48 ഇയർ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാതെ ബാധിക്കാതെ ഈസി ആയിട്ട് എങ്ങനെ സക്സസ്ഫുൾ ആവാം പെട്ടെന്ന്. അപ്പോഴാണ് ഡയറക്ടർ തന്നെ അഭിനയിച്ച ക്യാരക്ടറായിട്ടുള്ള ഗൗതം എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു മെൻറ്റർ ആവുന്നത്. പക്ഷെ ഒരു നല്ല രീതിയിലുള്ള മെൻറ്റർ അല്ല. പുള്ളി നല്ല വൈഫും വീടും കാറൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് പുള്ളിക്കൊരു എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയെന്നുള്ളൊരു സംഭവം ഡ്രാഗൻ്റെ മൈൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ചോദിക്കുമ്പോഴാണ് ഇവന് 30-38 സപ്ലി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കൺസൾട്ടിങ് ഏജൻസിക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചിട്ട് അങ്ങനെ ജോലി കിട്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. അതിന് ഇവിടുത്തെ ബ്രില്യൻസ് നിങ്ങൾ നോക്കണം. ഇവിടെ ആ ഒരു ക്യാരക്ടർ പറയുന്ന അതേ ഡയലോഗാണ് കുറച്ച് നേരം മുമ്പ് അനുപമയുടെ ക്യാരക്ടർ ബ്രേക്കപ്പിൻ്റെ ടൈമിൽ പറഞ്ഞത്. അതായത് ഒരു തെറ്റ് ചെയ്തിട്ട് ലൈഫ് മൊത്തം മാറുകയാണെങ്കിൽ ആ തെറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും എന്നാണ് ആ ഒരു ഡയലോഗ്. എന്തുകൊണ്ടാണ് അതേ ഡയലോഗ് വേർഡ് ബൈ വേർഡ് ഇവിടെ ഉപയോഗിച്ചതെന്ന് നിങ്ങൾക്കറിയോ? ആ ഒരു സംഭവം, ആ ഒരു ഐഡിയ ഡ്രാഗൻ്റെ മൈൻഡിലും നമ്മുടെ മൈൻഡിലും രജിസ്റ്റർ ആവണം, അത്രയും നന്നായിട്ട് രജിസ്റ്റർ ആവണം. ആൻഡ് ഇവിടെ നിന്നാണ് ഫൺ ആൻഡ് ഗെയിംസ് എന്ന് പറയുന്ന ആ ഒരു ആക്ട് തുടങ്ങുന്നത്. അഫ്കോഴ്സ് ഇവിടെ കഷ്ടപ്പെട്ട് വലിയൊരു നിലയിൽ എത്തുന്നുണ്ട്. പോരാത്തതിന് എപ്പോഴും എംപ്ലോയി ഓഫ് ദ മന്ത് ഒക്കെ ആയിട്ട് നല്ല സാലറി ഒക്കെ വാങ്ങിച്ച് നല്ല വീട് നല്ല കാറെന്നൊക്കെ ആയിട്ടിരുന്ന് ഇപ്പോൾ നല്ല കല്യാണം വരെ കഴിയാൻ പോകുന്നു. പക്ഷെ അപ്പോഴാണ് പ്രിൻസിപ്പളിൻ്റെ ക്യാരക്ടർ പിന്നെയും വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളി അശ്വത് മാരിമുത്തു ഇതിൽ ഉപയോഗിച്ചേക്കുന്നത് ക്യാരക്ടർ ഡ്രോൺ ആയിട്ടാണ്. അതായത് ക്യാരക്ടേഴ്സാണ് ഓരോരോ ആക്ടിലേക്കും ഓരോരോ പോയിന്റിലേക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഹീറോനെ പുഷ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഇവിടെ പ്രിൻസിപ്പൾ വരെയും ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുള്ള രീതിയിലായിട്ട് അവിടെ പുള്ളിക്ക് എന്ത് വേണമെങ്കിലും പറയാം. പുള്ളിക്ക് ഇത് വെച്ചിട്ട് പുള്ളിനെ ഡ്രാഗനെ മാനിപ്പുലേറ്റ് ചെയ്യായിരുന്നു, പൈസ ചോദിക്കായിരുന്നു, എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു. പക്ഷേ എന്താണ് പുള്ളി ചോദിച്ചത്? പിന്നെയും വന്ന് 48 അരിയർ എഴുതിയെടുക്കണം, അത്രേ ഉള്ളൂ. പെട്ടെന്നൊരു ഔട്ട്ലുക്കിൽ ഒരു വില്ലൻ എന്നൊക്കെ പറയാൻ പറ്റുമായിരുന്നെങ്കിലും പക്ഷേ ശരിക്കും അവന് സെക്കൻഡ് ഒരു ചാൻസ് കൊടുക്കുകയാണ് പുള്ളി. അശ്വത് മാരിമുത്തൻ്റെ ഓമൈ കടവുളെ കണ്ടാലും ഇത് തന്നെയാണ് പടം. അതായത് ഇറ്റ്സ് ഓൾ അബൌട്ട് എ സെക്കൻഡ് ചാൻസ്. ഈ പടത്തിലതെ ആ പടത്തിലതെ സെക്കൻഡ് ചാൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് മിഡ് പോയിന്റ് എവിടെയാണ്? തിരിച്ച് അവൻ എവിടെ ആ ID കാർഡ് ഊരിയിട്ടിട്ട് പോയോ അവിടെ നിന്ന് തന്നെ ആ ID കാർഡ് എടുത്തിട്ട് കോളേജിൻ്റെ അകത്തേക്ക് കയറുന്നതാണ്, 48 അരിയർ എഴുതി തീർക്കാൻ കയറുന്നതാണ് മിഡ് പോയിന്റ്. ഈ പടത്തിൽ ഉടനീളം ഇതുപോലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ കാണാം. അത് ഈ വീഡിയോ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഡ്രാഗൻ ഈ പ്രിൻസിപ്പാളിനെ കാണുന്നത്, അതായത് ഈ സിനിമയിൽ കാണിക്കുന്നത് ഇവൻ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് എറിയുമ്പോൾ കാറിൽ പോയി പട്ടാന്ന് പറഞ്ഞ് അടിച്ച് ആ ചില്ല് പൊളിച്ചിട്ട് അങ്ങനെയാണ്. പോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർവെല്ലിൽ ഇവർ പിന്നെയും കാണുന്നത് നമ്മുടെ ഡ്രാഗൻ്റെ സിഗരറ്റ് തട്ടൽ സ്റ്റൈൽ അറിയാലോ, അത് തട്ടി ആ ഒരു സിഗരറ്റ് പോയി വീഴുന്നത് പുള്ളിയുടെ കാറിൻ്റെയൊക്കെയാണ്, പുള്ളിയുടെ അടുത്തേക്കാണ്. അത് വളരെ നല്ലൊരു കമ്പാരിസൺ സംഭവമായിട്ട് അതൊരു ചെറിയ ബ്രില്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സെക്കൻഡ് ആക്ടിലേക്ക് ആ ഒരു മിഡ് പോയിന്റ് കഴിഞ്ഞ് ഇൻ്റർവെൽ കഴിഞ്ഞ് വരുമ്പോഴാണ് വേറൊരു രീതിയിലേക്ക് കഥ പോകുന്നത്. ശരിക്കും ഡ്രാഗൻ എന്ന് പറയുന്ന ഒരു റിഡംഷൻ സ്റ്റോറിയാണെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു നായകൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, നല്ലവനായിട്ടുള്ള മാറുന്നൊരു ആ ഒരു ജേണിയാണല്ലോ. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ എന്താണ് വേണ്ടത്? റിയലൈസേഷൻസ് ആണ് വേണ്ടത്. ഓൾറെഡി അവൻ ഒരുപാട് മാറി, ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു പേഴ്സണാണ്. പക്ഷേ ആ ഒരു തെറ്റ് തിരുത്തിയേ പറ്റുമെന്നുള്ളൊരു റിയലൈസേഷൻ വേണം. ഈ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് ഈ വരുന്ന പോർഷനാണ് ബാഡ് ഗൈസ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. അതായത് എല്ലാം എന്തൊക്കെ കോൺഫ്ലിക്ട്സ് ഉണ്ടോ അതൊക്കെ മാക്സിമം വരണം ഈ ഒരു ടൈമിൽ. അതിന് അത് വരുന്നുണ്ട്. എക്സ് തിരിച്ച് ഇവനെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ വരുന്നുണ്ട്. പോരാത്തതിന് ഇവന് പുറത്തേക്ക് പോകാൻ ഒരു വഴിയില്ല. പോരാത്തതിന് കുട്ടി ഡ്രാഗൻ എന്ന് പറഞ്ഞ് വേറൊരു ടോർച്ചർ. പക്ഷെ ആ ഒരു ക്യാരക്ടർ തന്നെ വെച്ചേക്കുന്നത് ഇവൻ്റെ പാസ്റ്റ് സെൽഫ് എത്രത്തോളം മോശമാണെന്ന് ഇവനെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് അവൻ ആ കൺസൾട്ടൻസിക്ക് പിന്നെയും ഫോൺ ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്നൊക്കെ ഒരു 48 പേപ്പർ ക്ലിയർ ആക്കാൻ. പക്ഷേ ആ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്തിട്ടത്, ആ ഒരു ആസ്പെക്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടത് പിന്നെ നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് ലാസ്റ്റ് ആകുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ എല്ലാ വഴികളും അടച്ചു, കോൺഫ്ലിക്ട്സ് ഒക്കെ മാക്സിമം വന്നു. ഇനി ഒരേ ഒരു വഴിയുള്ളൂ, പഠിക്കണം. അപ്പോൾ അതാണ് വേണ്ടത്. ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയാണ്. പക്ഷേ ഓഫീസിൽ നിന്നുള്ള പ്രഷറുണ്ട്, അതുപോലെ തന്നെ അവൻ്റെ ഫിയാൻസയുടെ ഭാഗത്തുനിന്ന് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ മാനേജ് ചെയ്ത് അവനിങ്ങനെ കടന്നു വരുമ്പോഴാണ് വേറൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ക്യാരക്ടേഴ്സും സിറ്റുവേഷനാണ് ഹീറോനെ പുഷ് ചെയ്യുന്നത്, ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ ഇവൻ മുംബൈയിലാണ് കള്ളം പറഞ്ഞിട്ടാണല്ലോ പോയത്. പക്ഷേ ആ നായിക മുംബൈയിലെത്തുകയാണ്. ആ ഒരു സംഭവം നടക്കുമ്പോഴാണ് അവൻ എന്തൊക്കെയോ പറഞ്ഞ അവസാനം അവൻ ചെന്നൈയിലുണ്ടെന്ന് അവൻ കള്ളം പറയുന്നത്. പക്ഷേ അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് അവൾ പിന്നെയും തിരിച്ചു വരികയാണ് ചെന്നൈയിലേക്ക്. അപ്പോൾ അവന് ചെന്നൈയിലേക്ക് തിരിച്ചു പോകണം. അതും കറക്റ്റ് എക്സാമിൻ്റെ അവസാനത്തെ എക്സാമിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ തിരിച്ചെത്തേം വേണം പെട്ടെന്ന്. പക്ഷേ 3 മാസമായിട്ട് അവൻ ഉറങ്ങിയിട്ടുള്ള ആ ഒരു പണ്ടത്തെ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആ 3 മാസമായിട്ട് ഉറങ്ങിയിട്ടില്ല. കാരണം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 10 മിനിറ്റ് പോലും കിടന്നുറങ്ങാണ്ട് പുള്ളി രാത്രി ചെന്നൈ വരെ കാർ ഓടിച്ച് പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുമ്പോഴാണ് എക്സാം ഇരിക്കുമ്പോൾ അന്ന് എന്ത് നടന്നോ അതുപോലെ തന്നെ ഇന്നും നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഭയങ്കരമായിട്ട് ഉറങ്ങാണ്ടിരുന്ന ഇതുപോലെ ക്ഷീണോ കാര്യങ്ങളോ എങ്ങാനും വന്നാൽ 10 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് ഉറങ്ങണമെന്ന്. പക്ഷേ അവൻ കിടന്നുറങ്ങും കുറച്ച് നേരം. പക്ഷേ ഏകദേശം 90% ടൈം പോവും, പരീക്ഷ എഴുതാനും പറ്റില്ല. പക്ഷേ അവൻ്റെ റിസൾട്ട് വരുമ്പോൾ അവനെല്ലാം ക്ലിയർ ചെയ്യും. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതോ ദൈവം രക്ഷിച്ചു എന്നുള്ളൊരു രീതിയിലാണ്. പക്ഷെ അപ്പോഴും ആ ഒരു കൺസൾട്ടൻസിയുടെ ആ ഒരു സംഭവം അത് നമ്മൾ വലിയ കാര്യമായിട്ട് ഓർക്കൂല. പക്ഷെ ആ കൺസൾട്ടൻസിക്കാർ അവനറിയാവുന്ന അവൻ്റെ ക്ലാസ്സിൽ തന്നെ ഉള്ള നന്നായിട്ട് പഠിക്കുന്ന ഒരു ചെക്കനുണ്ടാവും. അവൻ്റെ പേപ്പർ മാറ്റി വെച്ചിട്ടാണ് ഇവൻ്റെ പേപ്പർ വെക്കുന്നതെന്ന് അവൻ അറിയുമ്പോൾ ആ ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് വേറൊരു ഇതിൽ തന്നെ പറയുന്നുണ്ട്, ക്ലൈമാക്സ് ആ ഒരു പോർഷനിൽ പറയുന്നുണ്ട്, ഞാൻ മോശം ആളാണ്. അതായത് എൻ്റെ ജീവിതം സക്സസ്ഫുൾ ആയിട്ട് വെക്കണം എന്നുള്ള രീതിയിൽ അതിന് വേണ്ടി എന്തും ചെയ്യാനുള്ള റെഡി ആയിട്ട് വെക്കുന്ന ആളാണ്. പക്ഷെ ഒരാളുടെ ലൈഫ് മോശമാക്കിയിട്ട് അയാളെ നശിപ്പിച്ചിട്ട് ഉള്ള സക്സസ് ഒന്നും എനിക്ക് വേണ്ട. അതായത് ഈ ക്യാരക്ടേഴ്സാണ് ഹീറോനെ പുഷ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് റിയലൈസ് ചെയ്യുന്നത് പുള്ളി ആ തെറ്റെന്താണ്. പോരാത്തതിന് ഏറ്റവും വലിയത് തെറ്റ് ഏറ്റി പറഞ്ഞ് അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യുന്നതാണ് നല്ലത്. അതാണ് ഹാപ്പിനെസ്. പിന്നെ ആ ഒരു ക്ലൈമാക്സ് പോയിന്റ് കഴിഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഞാൻ. അത് ഇതിപ്പോൾ അവൻ സ്വിഗ്ഗി ഓടിക്കുകയാണ്. പക്ഷേ എന്നാലും അവൻ ഭാവിയിൽ ഒരു സക്സസ്ഫുള്ളായിട്ട് വരും എന്നുള്ള രീതിയിൽ നിന്നാണ് പടം നിർത്തിയേക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഹോപ്പ് കൊടുക്കാനാണ്. കാര്യം അവൻ ഭയങ്കര സെറ്റായിട്ട് പോകണം പോലൊന്നും കാണിച്ചില്ലെങ്കിലും ഇതാണ് അതിന് പറ്റിയ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലൈമാക്സ്. കാരണം ഒരു ഹോപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ഫസ്റ്റ് മിഷ്കിൻ ഇവനെ പരിചയപ്പെടുത്തുമ്പോൾ ഏറ്റവും വേഴ്സ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇവനെ പരിചയപ്പെടുത്തുന്നത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. പക്ഷേ ക്ലൈമാക്സിൽ മിഷ്കിൻ തന്നെ അത് മാറ്റി പറയുന്നുണ്ട്, ഇവനാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾ. കാരണം എന്താണെന്ന് വെച്ചാൽ
അവൻ തെറ്റ് പറ്റിയത് ഏറ്റു പറഞ്ഞു. അവന് കിട്ടാൻ പോകുന്ന ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും 10,000 കോടി വരെയുള്ള സ്വത്തുക്കളൊക്കെ ഉള്ളൊരു അമ്മായിപ്പൻ അവളുടെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നു. അതും ഭയങ്കര നല്ല പെങ്കൊച്ച്. പോരാത്തതിന് ഇവന് നല്ല ജോലിയുണ്ട്. അവൻ അമേരിക്കയിൽ പോയി സെറ്റിലാവാൻ പോയിരിക്കുകയായിരുന്നു. ഇതൊക്കെ വിട്ടിട്ട് ട്രൂത്ത്, അത് സമാധാനമാണ്, ഹാപ്പിനെസ്സാണ് വലുത് എന്നുള്ളത് കൊണ്ട് മാത്രം അവനത് ഏറ്റു പറഞ്ഞു. പോരാത്തതിന് ക്ലൈമാക്സിൽ അവൻ പറയുന്നുണ്ട് ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പിന്നെ സാധാരണ കൊമേഴ്ഷ്യൽ പടങ്ങളൊക്കെ കാണുന്ന പോലെ വായി തോന്നിയ പോലെ അങ്ങോട്ട് പാട്ടിടുക അല്ല ഇതിൽ ചെയ്തിട്ടുള്ളത്. ഏതൊരു പാട്ട് വന്നാലും അതിന് കറക്റ്റായിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്, അതെന്തോ ഉദ്ദേശിക്കണമെന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഒരു സോങ് ഉള്ളത് ബ്രേക്കപ്പ് സോങ്ങാണ്. ബ്രേക്കപ്പ് സോങ് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു സങ്കടം നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ റൈസ് ഓഫ് ദ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ട്രാക്ക് ഉണ്ട്. അത് ഈ ഡയറക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇവൻ ഭയങ്കര ഷോർട്ട് പീരീഡിൽ വലിയൊരു സക്സസ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ ഒരു സോങ് കാണുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം രജിസ്റ്റർ ആവും. ആൻഡ് അവൻ്റെ ഒരു ഡ്രീം സോങ് ഉണ്ട് വഴിത്തുണി എന്ന് പറയുന്നത്. അത് ശരിക്കും കൊടുത്തേക്കുന്നത് ആ ഒരു ഡ്രീം ലൈഫ് അവന് കിട്ടിയെന്ന് കാണിക്കുകയാണ്. അവൻ എന്താ ആഗ്രഹിച്ചോ അത് ആ ഡ്രീം ലൈഫ് അവന് കിട്ടി. ഇതൊക്കെയാണ് നമുക്ക് കിട്ടാനുള്ളത്. ഇത് പോയാൽ പോയി, അതാണ് പ്രശ്നം. ആൻഡ് ഇവൻ്റെ ചുറ്റുമുള്ള എല്ലാവരും വളരെ വളരെ നല്ല ആൾക്കാരാണ്. ഈവൻ അവൻ്റെ അച്ഛനും അമ്മയും വരെ വളരെ വളരെ നല്ല ആൾക്കാരാണ്. പക്ഷേ ഇവരെല്ലാവരും അവൻ പറ്റിക്കുന്നുണ്ട്, എല്ലാവരും. പക്ഷെ അതുകൊണ്ടാണ് നല്ല ആൾക്കാരെ പറ്റിക്കുമ്പോൾ നമുക്കൊരു സങ്കടം വരും അകത്ത്. ആ ഒരു സങ്കടം കൊണ്ടാണ് അവനതൊക്കെ ഏറ്റു പറഞ്ഞത്. ആൻഡ് ലാസ്റ്റ്ലി അവൻ്റെ ഒരു റിഡംഷൻ സോങ് ഉണ്ട്. അത് വളരെ വളരെ ഒരു ഹോപ്പ് തരുന്ന ഒരു രീതിയിലുള്ള സോങ് ആയിരുന്നു. അത് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ആ ഒരു സോങ് അവിടെ വെച്ചേക്കുന്നത്.